നമസ്തേ. വൃന്ദാവൻ ബാലഗോകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രാമപ്രദക്ഷിണത്തിനായി ഗുരുവായൂരപ്പൻ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തിറങ്ങി ഏതാനും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. ഹരിനാമ കീർത്തനത്താൽ പുളകച്ചാർത്തണിഞ്ഞ വാതാലശേയൻ്റെ തിരുമുറ്റം ഭക്തിയുടെ നിറവിൽ ആനന്ദ നൃത്തമാടിയപ്പോൾ തൻ്റെ പ്രജകളുടെ സന്തോഷം നേരിൽ കാണാനും അവർക്ക് അനുഗ്രഹവർഷം ചൊരിയാനുമായി ഗുരുവായൂരപ്പൻ ഇന്നലെ ഗ്രാമപ്രദക്ഷിണത്തിനായി ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്കിറങ്ങി. നാടും നഗരവും ഈ സമയം കൊടിത്തോരണങ്ങളോടെ നിലവിളക്കും നിറപറയും വെച്ചാണ് ഭഗവാനെ സ്വീകരിച്ചത്. ഗ്രാമപ്രദക്ഷിണത്തിന് ഗുരുവായൂരപ്പൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ആധ്യാത്മിക നഗരി ആത്മനിർവൃതിയിൽ പുളകച്ചാർത്തണിഞ്ഞു. വൈകിട്ടത്തെ ദീപാരാധനയ്ക്കു ശേഷം 5 ആനകളോടെയുള്ള എഴുന്നള്ളിപ്പോടെയാണ് തൻ്റെ പ്രജകളെ കാണാനായി കണ്ണൻ ഗ്രാമപ്രദക്ഷിണത്തിനായി ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തിറങ്ങിയത്. സ്വർണ്ണക്കോലത്തിൽ വെള്ളി പൊതിഞ്ഞ പീഠത്തിലെ തങ്കവിഗ്രഹം അസ്തമയ സൂര്യൻ്റെ പൊൻകിരണത്താൽ പ്രഭാപൂരിതമായപ്പോൾ ഭക്തജനസഹസ്രം ആത്മനിർവൃതിയിൽ ആനന്ദക്കണ്ണീർ പൊഴിച്ച് നമ്രശിരസ്കരായി ഭഗവാനെ എതിരേറ്റു. ഇന്നലെയും ഇന്നും ക്ഷേത്രം കൊടിമരത്തറയ്ക്ക് സമീപമാണ് ഭഗവാന് ദീപാരാധന. വർഷത്തിൽ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും മാത്രമാണ് കൊടിമരത്തറയിൽ ദീപാരാധന നടത്തുന്നത്. സ്വർണ്ണ പഴുക്ക മണ്ഡപത്തിലെഴുന്നള്ളിയ ഭഗവാനെ ഈ 2 ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ ശാന്തിയേറ്റ കീഴ്ശാന്തിമാരാണ് ദീപാരാധന നടത്തുക. ഇന്നലെ നടന്ന ദീപാരാധന ശാന്തിയേറ്റ കീഴ്ശാന്തി മാഞ്ചിറ കേശവൻ നമ്പൂതിരി നിർവഹിച്ചു. ദീപാരാധനയ്ക്കു ശേഷം ഭഗവാൻ പുറത്തേക്കെഴുന്നള്ളിയപ്പോൾ ഗുരുവായൂർ ദേവസ്വം ആനത്തറവാട്ടിലെ കൊമ്പൻ ഇന്ദ്രസൻ തങ്കത്തിടമ്പേറ്റിയ ഭഗവാന്റെ സ്വർണ്ണക്കോലം ശിരസിലേക്ക് ഏറ്റുവാങ്ങി. ദേവസ്വത്തിലെ കൊമ്പന്മാരായ വലിയ വിഷ്ണു, കൃഷ്ണനാരായണൻ, ബാലു, ദേവദാസ് എന്നിവർ പുറത്തേക്കെഴുന്നള്ളിപ്പിൽ ഇടം വലം പാറ്റാനകളായി പെരുവനം കുട്ടന്മാരാർ, തിരുവല്ല രാധാകൃഷ്ണൻ, ചൊവ്വല്ലൂർ മോഹനൻ എന്നിവരുടെ പാണ്ഡ്യമേള പ്രമാണത്തിൽ രാജകീയ പ്രൗഢിയോടെയുള്ള ഭഗവാന്റെ പുറത്തേക്കെഴുന്നള്ളിപ്പിന് ഭക്തജനസമുദ്രം തൊഴുകൈകളോടെ നമിച്ചു. ആയുധമേന്തിയ ദേവസ്വം കൃഷ്ണനാട്ടം കളരിയിലെ കലാകാരന്മാരുടെ വേഷവും ഗ്രാമപ്രദക്ഷിണത്തിന് പകിട്ടേകി. ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കിയ ഭഗവാൻ പിന്നീട് പള്ളിവേട്ടയ്ക്കിറങ്ങി. പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയ മൃഗങ്ങളെ വേട്ടയാടാനാണ് ഭഗവാൻ പള്ളിവേട്ടയ്ക്ക് പോകുന്നതെന്നാണ് സങ്കല്പം. പള്ളിവേട്ടയ്ക്ക് പിടിയാന ദേവി ഭഗവാന്റെ തിടമ്പേറ്റി 9 പ്രദക്ഷിണം പൂർത്തിയാക്കി. പള്ളിവേട്ടയുടെ ക്ഷീണത്താൽ നാലമ്പലത്തിനകത്തെ നമസ്കാര മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കട്ടിലിലായിരുന്നു ഭഗവാന്റെ ഇന്നലത്തെ പള്ളിയുറക്കം. പള്ളിവേട്ടയുടെ ആലസ്യത്തിൽ കിടന്നുറങ്ങുന്ന ഭഗവാന്റെ ഉറക്കത്തിന് വിഘ്നം സംഭവിക്കാതിരിക്കാൻ ക്ഷേത്രത്തിലെ നാഴികമണി ഇന്നലെ രാത്രി ശബ്ദിച്ചില്ല. വർഷത്തിൽ ഈ ദിവസം മാത്രമാണ് രാത്രി നാഴികമണി അടിക്കാതിരിക്കുന്നത്. ഇന്ന് രാവിലെ പശു കിടാവിൻ്റെ കരച്ചിൽ കേട്ടാണ് ഭഗവാൻ പള്ളിയുറക്കത്തിൽ നിന്നുണർന്നത്. അതിനായി ക്ഷേത്രത്തിനകത്ത് പശുക്കിടാവിനെ തയ്യാറാക്കി നിർത്തിയിരുന്നു. ഇന്നാണ് ഉത്സവത്തിൻ്റെ അതിപ്രധാനമായ ഭഗവാന്റെ ആറാട്ട്. ദീപാരാധനയ്ക്കു ശേഷം ഇന്നും ഭഗവാൻ തൻ്റെ പ്രജകളെ കാണാൻ ഗ്രാമപ്രദക്ഷിണത്തിനായി പുറത്തേക്ക് എഴുന്നള്ളുന്നുണ്ട്. പഞ്ചവാദ്യത്തോടെയാണ് ഭഗവാൻ ഇന്ന് ഗ്രാമപ്രദക്ഷിണത്തിനായി പുറത്തിറങ്ങുന്നത്. ആയുധമേന്തിയ ദേവസ്വം കൃഷ്ണനാട്ടം കളിയിലെ കലാകാരന്മാരുടെ വേഷം ഗ്രാമപ്രദക്ഷിണത്തിന് അകമ്പടിയാകും.
ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം ഭഗവതി മാടത്തിലൂടെ ആറാട്ടുകടവിലെത്തുന്ന ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പ് മഞ്ഞൾ അഭിഷേകത്തിനു ശേഷം രുദ്രതീർത്ഥത്തിൽ ആറാടും. ഭഗവാന്റെ ആറാട്ടിന് ശേഷം ഭക്തർ തീർത്ഥക്കുളത്തിൽ കുളിച്ച് ആത്മസായുജ്യം നേടും. പിന്നീട് ക്ഷേത്രത്തിനകത്ത് ആനപ്പുറമേറിയ ഭഗവാൻ 11 പ്രദക്ഷിണം ഓടി പൂർത്തിയാക്കും. തുടർന്ന് ക്ഷേത്രം തന്ത്രിമുഖ്യൻ സ്വർണ്ണക്കൊടിമരത്തിൽ ഉയർത്തിയ സപ്തവർണ്ണക്കൊടി ഇറക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവങ്ങളുടെ ഉത്സവമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് പരിസമാപ്തിയാകും. ഗുരുവായൂരപ്പൻ്റെ ആറാട്ടിൽ പങ്കെടുത്ത് എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.